തവള രാജകുമാരി. സാർ ചക്രവർത്തിക്ക് മിടുമിടുക്കന്മാരായ 3 ആൺമക്കളുണ്ടായിരുന്നു. അവർക്ക് വിവാഹപ്രായമായി. ഒരു ദിവസം, "ഇതാ അത്ഭുത ശക്തിയുള്ള 3 അമ്പുകൾ. നിങ്ങൾ ഓരോരുത്തരും ഓരോ അമ്പെയ്യുക. അത് വീഴുന്ന സ്ഥലത്തെ പെൺകുട്ടികളെ വിവാഹം കഴിക്കണം." "ശരി അച്ഛാ, അങ്ങയുടെ ഇഷ്ടം." "ഷ്യൂം ഷ്യൂം ഷ്യൂം." "അച്ഛാ, എൻ്റെ അമ്പ് ഒരു പ്രഭുമന്ദിരത്തിൽ വീണു. അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയെ വിവാഹം കഴിച്ചോളൂ." "എൻ്റെ അമ്പ് ധനിക വ്യാപാരിയുടെ മുറ്റത്തു വീണു. അദ്ദേഹത്തിനും ഒരു മകളുണ്ട്. ആ വിവാഹം നടക്കട്ടെ." "അച്ഛാ, എൻ്റെ അമ്പ് വീണത് ഒരു ചതുപ്പിലാണ്. അവിടെ ആകെയുള്ളത് ഒരു പെൺതവള മാത്രം." "സർവിച്ച്, എങ്കിൽ നീ ആ തവളയെ വിവാഹം കഴിക്കണം. നിന്റെ വിധി അതാണ്." "ഞേ, സംശയിക്കേണ്ട. ആ അമ്പുകൾ അത്ഭുത ശക്തിയുള്ളവയാണ്. നീ ആ തവളയെ തന്നെ വിവാഹം കഴിക്കണം." അങ്ങനെ 3 മക്കളുടെയും വിവാഹം നടന്നു. "എൻ്റെ മക്കളുടെ 3 ഭാര്യമാരും ഓരോ വെള്ള റൊട്ടി ഉണ്ടാക്കിത്തരണം. ഓരോ പട്ടുതുണി നെയ്യുകയും വേണം. അതുമായി 3 പേരും സൽക്കാരത്തിനു വരണം." ഉറക്കറയിലെത്തിയ സർവിച്ച് സങ്കടപ്പെട്ടിരിപ്പായി. "ഒട്ടും വിഷമിക്കേണ്ട. ഞാൻ എല്ലാം ശരിയാക്കാം. സമാധാനമായി ഉറങ്ങിക്കൊള്ളൂ." "ഞേ, നിനക്ക് റൊട്ടിയുണ്ടാക്കാനും പട്ടുനെയ്യാനും കഴിയുമോ?" "സമാധാനമായിരിക്ക്. ഞാൻ വഴിയുണ്ടാക്കാമെന്നേ." "അച്ഛൻ്റെ സൽക്കാരത്തിന് ധാരാളം പേർ എത്തും. അവിടെ എല്ലാവരും എന്നെ കളിയാക്കില്ലേ?" "അങ്ങ് മുമ്പേ പോണം. ഞാൻ പിന്നാലെ വരാം." "ശരി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു." "അതു മതി." തവളയുണ്ടാക്കിയ റൊട്ടിയും പട്ടുവസ്ത്രങ്ങളും കണ്ട് സർവിച്ച് അത്ഭുതപ്പെട്ടു. അവയുമായി കൊട്ടാരത്തിലെത്തിയപ്പോൾ, "ഞേ, സർവിച്ചിൻ്റെ ഭാര്യയുണ്ടാക്കിയ റൊട്ടിക്കാണ് ഏറ്റവും രുചി. സ്വർണ്ണനൂലും വെള്ളിനൂലും ചേർത്ത് അവൾ നെയ്ത പട്ടുവസ്ത്രം എത്ര മനോഹരം! എവിടെ അവൾ?" സർവിച്ചിൻ്റെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാർക്ക് ആ പുകഴ്ത്തൽ ഒട്ടും ഇഷ്ടമായില്ല. "അച്ഛാ, കാത്തിരുന്നോളൂ. അവൾ ചാടിച്ചാടി വരുന്നുണ്ട്. പൊട്ടക്കുളത്തിലെയും ചതുപ്പിലെയും കൂട്ടുകാരും കൂടെ കാണും." ആ പരിഹാസം സർവിച്ചിനെ ദുഃഖിതനാക്കി. അപ്പോൾ 7 കുതിരകളെ പൂട്ടിയ മനോഹരമായ ഒരു തേരിൽ അതാ വരുന്നു ഒരു സുന്ദരി. "പ്രിയപ്പെട്ടവരെ, മഹാമാന്ത്രികൻ മിക്കോവ്സ്കിയുടെ മകളാണു ഞാൻ. പേര് വാസിലിസ. അച്ഛനേക്കാൾ ബുദ്ധിമതിയായതിന് അദ്ദേഹം എന്നെ ശപിച്ച് തവളയാക്കി. എന്നാൽ വിവാഹ സൽക്കാരത്തിൽ മനുഷ്യസ്ത്രീയായി പങ്കെടുക്കാൻ അനുവാദം നൽകി." "ഞേ, എൻ്റെ ഭാര്യ ഇത്ര സുന്ദരിയോ? അവളുടെ കയ്യിൽ അതാ തവളത്തോൽ. വാസിലിസ, നീ ഇനി തിരികെ തവളയാകരുത്. ഈ തവളത്തോൽ ചാമ്പലാകട്ടെ." "അയ്യോ, അരുത്!" വാസിലിസ എന്തെങ്കിലും പറയും മുമ്പ് സർവിച്ച് ആ തവളത്തോൽ തീയിലിട്ടു കളഞ്ഞു. "അയ്യോ സർവിച്ച്, അങ്ങ് അതു ചെയ്യരുതായിരുന്നു. 3 ദിവസം കൂടി കഴിഞ്ഞാൽ ശാപം അവസാനിച്ചേനെ. നമുക്ക് സുഖമായി ജീവിക്കാമായിരുന്നു." "ഛേ, ഞാൻ വിഡ്ഢിത്തം കാണിച്ചു. 3 വർഷത്തിനു മുമ്പ് തവളത്തോൽ ഉപേക്ഷിച്ചാൽ ഞാനൊരു അരയന്നമായി മാറും. ഇനി എന്നെ കാണണമെങ്കിൽ ക്വസ്തേഷിയുടെ കൊട്ടാരത്തിൽ വരണം." "ഞേ, ക്വസ്തേഷി അപകടകാരിയായ മാന്ത്രികൻ. എൻ്റെ ഭാര്യ അതാ പോകുന്നു." സർവിച്ച് ആ നിമിഷം അരയന്നത്തെ പിന്തുടർന്നു. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഒടുവിൽ, "ഞേ, ആ കുടിലിൽ ആരെങ്കിലും ഉണ്ടാവും." പെട്ടെന്ന്, "ആരാണു നീ? എന്തു വേണം?" വിശന്നു തളർന്നു വരുന്നവർക്ക് ചൂടുവെള്ളവും ആഹാരവും കൊടുക്കാതെ അന്തസ്സുള്ള ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമോ? "എങ്കിൽ വരൂ, വല്ലതും കഴിച്ചിട്ട് സംസാരിക്കാം." വൃദ്ധ സർവിച്ചിന് ക്വസ്തേഷിയുടെ കൊട്ടാരത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു. കാട്ടിലെ വലിയ ഓക്കുമരത്തിനു മുകളിൽ സൂക്ഷിച്ച സ്വർണ്ണസൂചിയെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു. "വളരെ നന്ദി. ഇനി ഞാൻ ക്വസ്തേഷിയെ നേരിടാൻ പുറപ്പെടുകയാണ്. സൂക്ഷിക്കൂ, സ്വർണ്ണസൂചി കൊണ്ട് അവനെ തോൽപ്പിക്കാം." സർവിച്ചിന് വഴിയിൽ ഒരു മുയലിനെയും കരടിയെയും വെളുത്ത കാട്ടുതാറാവിനെയും കൂട്ടുകിട്ടി. അവർ ഒന്നിച്ച് ക്വസ്തേഷിയുടെ സ്വർണ്ണസൂചി സൂക്ഷിച്ച മരച്ചുവട്ടിലെത്തി.
ഈ ഓക്കുമരം മറിച്ചിടാൻ ഞാൻ മതി. മരത്തിൽ നിന്നു പറന്ന കറുത്ത കാട്ടുതാറാവിനെ സെർവിച്ചിൻ്റെ ചങ്ങാതിത്താറാവ് കൊത്തി വീഴ്ത്തി. അതിൻ്റെ മുട്ടയിൽ നിന്നു കിട്ടിയ സ്വർണസൂചി ചങ്ങാതിമാർ സെർവിച്ചിനെ ഏൽപ്പിച്ചു. ആ നിമിഷം, അയ്യോ അതാ കൊസ്തേഷി, കൊല്ലും ഞാൻ. അവനെ കൊല്ലാൻ ഈ മാന്ത്രിക സൂചി മതി. സെർവിച്ച് എറിഞ്ഞ മാന്ത്രിക സൂചിയേറ്റ് കൊസ്തേഷി പൊട്ടിച്ചിതറി. ട്രോ! വാസിലിസ! ഒടുവിൽ സെർവിച്ച് വാസിലിസയെ കണ്ടെത്തി. സെർവിച്ചും വാസിലിസയും കൊട്ടാരത്തിൽ മടങ്ങിയെത്തി. പിന്നീടുള്ള കാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു.